അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്ന BSBയുടെ ബഹ്റൈൻ ഇസ്ലാമിക് ബാങ്കിൻ്റെ ATM. എല്ലാ ATM ഉണ്ട് ഇവിടെ. മൂന്നിലുണ്ട്: മൾട്ടി ഫംഗ്ഷൻ ATM, ഡെപ്പോസിറ്റ് ATM, പിന്നെന്താ BSB കിയോസ്ക് ഉണ്ട്. ഇങ്ങനെ ഒരു മെഷീൻ കാണട്ടോ. ഇതിലാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഓപ്ഷനുകൾ കേട്ടോ. എന്താ ഫോർ റീറ്റെയിൽ കസ്റ്റമർ ഇൻഡിവിജ്വൽ, ഇതിലാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇത് വേറെന്തൊരു സംഭവം. അപ്പോൾ ഗൈസ് പിന്നെ നമ്മുടെ CPR നമ്മുടെ കയ്യിൽ വേണ്ടത് ചെയ്യുമ്പോൾ, അപ്പോൾ ഫോർ റീറ്റെയിൽ കസ്റ്റമർ എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടിത് വരുന്നുണ്ട്. എക്സിസ്റ്റിംഗ് BSB കസ്റ്റമറും വരുന്നുണ്ട്. അതായത് ഇത് ഓൾറെഡി അക്കൗണ്ടുള്ള ആൾക്കാർക്ക് അവരെ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ അതിലല്ല, പ്രിൻറ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതായത് ഓൺലൈൻ വഴി നമ്മൾ ഫോണിൽ നിന്ന് അക്കൗണ്ട് ഉണ്ടാക്കിയവർക്കും നമ്മൾ ബാങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളെ അക്കൗണ്ട് വഴി ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മോട് ആദ്യം അവർ പറയുക നമ്മുടെ ATM ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അതായത് CPR ഇതിലിട്ടിട്ട് നമ്മുടെ ഒരു സൈനൊക്കെ കൊടുത്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. നമ്മൾ ഓൺലൈൻ എടുക്കുമ്പോൾ സൈനും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ പിന്നീട് നമ്മൾ ബാങ്കിൽ ചെന്ന് നമ്മൾ കാര്യങ്ങൾ സാധിച്ചു തരുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്യുക. അപ്പോൾ ഇതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ചോദിക്കുന്നത് പിന്നെ യു വിൽ നീഡ് യുവർ ഒറിജിനൽ നാഷണൽ ID ഓർ CPR. അതായത് നമ്മുടെ CPR ആണ് ചോദിക്കുന്നത്. ചില ആളുകളോട് പാസ്പോർട്ട് ചോദിക്കും. അപ്പോൾ അത് നമ്മളിത് പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മോട് അത് ചോദിക്കട്ടോ. ഓക്കെ, അപ്പോഴേ നമുക്കറിയാൻ കഴിയുള്ളൂ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഗൈസ് ഇതാണ് CPR ഇടേണ്ട രീതി ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഇടേണ്ടത് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇടേണ്ടത്. അപ്പോൾ ഇവിടെ ഹോൾഡ് ജസ്റ്റ് അതിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഫേസ് ID, അതായത് നമ്മുടെ സെൽഫി എടുക്കാനൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾക്ക് എനിക്ക് പോകാൻ കഴിയില്ല, കാരണം ഓൾറെഡി എനിക്ക് ഇവിടെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഐ എം റെഡി എന്ന് കൊടുക്കുകയാണ്. അതായത് സെൽഫി എടുക്കാൻ CPR ഇടാനായിട്ട് കേട്ടോ. ഇനിയാണ് CPR ഇടാണ്ട്. ഈ CPR ഇടാനുള്ള ഒരു സമയം കാണിക്കുമ്പോൾ CPR ഉണ്ട്. ഞാൻ CPR ഇട്ടു. ഇനി അടുത്ത ഒരു ഓപ്ഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, യു ആർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ, അതായത് ഓൾറെഡി എനിക്കിവിടെ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഗൈസ് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് സെൽഫി എടുക്കാനുള്ള ക്യാമറ കണ്ടില്ലേ, സെൽഫിയൊക്കെ അവർ ക്യാമറ നീതിയുണ്ട്, സെൽഫി എടുക്കും. അതിനുശേഷം നമ്മുടെ CPR ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യും. പിന്നെ ഇവിടെ സൈൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ സൈൻ ചെയ്യാൻ ഇത് വെച്ചിട്ടിങ്ങനെ നമുക്ക് സൈൻ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ പാസ്പോർട്ട് ഇൻ കേസ് ചില ആൾക്കോട് പാസ്പോർട്ട് ചോദിക്കുന്ന പറയുന്നത്. അപ്പോൾ പാസ്പോർട്ട് ചോദിക്കുന്ന ആൾക്ക് പാസ്പോർട്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആണിട്ടത്. പിന്നെ സ്കാൻ ചെയ്യാനുള്ളതാണ്. ചില ആൾക്കോട് ഫിംഗർ ചോദിക്കും. അപ്പോൾ ഫിംഗർ വെച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ATM കാർഡും നമുക്കിതാ അതേ സമയം തന്നെ ATM കാർഡ് കാർഡ് പ്രിൻറ്റഡ് ഈ ഒരു വഴി ATM കാർഡും ലഭിക്കും കേട്ടോ. റിസീറ്റ് പിന്നെ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതുവഴി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു 10-20 മിനിറ്റ് മാക്സിമം, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശമൊക്കെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതുമായി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.